السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആയത്തുകളുടെ അർത്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. അത് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ സൂറത്ത് പരിശുദ്ധമായ ഖുർആനിനെ 3ആയി ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗത്തോട് തുല്യമാകും. അഥവാ ഒരാൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അവൻ ഏകനാണ്, അവനല്ലാതെ ആരാധനക്കർഹനായ വേറെ ഒരു ഇലാഹ് ഇല്ല. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടികളും മനുഷ്യരായാലും അതുപോലെ മൃഗങ്ങളായാലും എന്തു തന്നെയായാലും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. എന്നാൽ അള്ളാഹു എന്തിനെയും ആരെയും ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്ക് ജന്മം നൽകിയിട്ടില്ല, അവന് വേറെ ഒരാളാൽ ജന്മം നൽകപ്പെട്ടിട്ടുമില്ല. അവന് മക്കളില്ല, മറ്റൊരാളുടെ പിതാവോ മാതാവോ അവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും അവന് തുല്യരായി ഒരാളുമില്ല. സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഈ ചെറിയ സൂറത്തിൽ വലിയ ആശയമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഉസൈക്കും ബിദ്ദുആഇ ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.